ഏതു വഴിയിലൂടെ പോകുന്നു, നമ്മൾ കടന്നു പോകുന്ന ജംഗ്ഷന്റെ പേരുകൾ, എത്തപ്പെടേണ്ട സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, ഇവയെല്ലാം സുഗമമായി നമ്മൾക്ക് ഇന്ന് ലഭ്യമാണ്. ഈ നിർദ്ദേശങ്ങൾ തെറ്റിക്കാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരുകയും അതിൻ്റെ ആശ്വാസം നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതായ എല്ലാ മതചിഹ്നങ്ങളും. നമ്മൾക്കറിയാം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അവനെ പ്രാപിക്കുവാനുള്ള വഴികൾ വിഭിന്നങ്ങളാണ്. എന്നാൽ ഈ വഴികൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരേ ഈശ്വരനിൽ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിൽ. മതചിഹ്നങ്ങൾ വെറുക്കപ്പെടേണ്ടതല്ല, സ്നേഹിക്കപ്പെടേണ്ടതാണ്. അതേത് മതത്തിൻ്റെതായാലും. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ വിദ്വേഷത്തിൻ്റെതായ, ശത്രുതയുടേതായ അരൂപികൾ, വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ഇത് അജ്ഞതയുടെ, അഹങ്കാരത്തിന്റെ പ്രതിഫലനം തന്നെ. ഇന്നിവിടെ അനാച്ഛാദനം ചെയ്തിരിക്കുന്നതായി കുരിശുരൂപം നമ്മൾക്ക് വഴികാട്ടിയാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വലിയ ചൈതന്യമാണ്. ഇതിന്റെ മുമ്പിൽ തലവണങ്ങുന്നവരും, ഇതിന്റെ മുന്നിൽ കുരിശ് വരയ്ക്കുന്നവരും, ഇതിന്റെ മുന്നിൽ ഹൃദയത്തെ സമർപ്പിക്കുന്നവരും അനുഗ്രഹത്തിൻ്റെതായ വഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് നിശ്ചയമായും എത്തിച്ചേരും. ഇതിന് നമ്മൾക്ക് കഴിയട്ടെ. അതിന് ഈ കുരിശ് നമ്മൾക്ക് ദീപികയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നേടുന്നു. അടുത്തതായി പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളുടെ പ്രതിനിധി എന്ന നിലയിൽ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡ് മെമ്പർ ശ്രീമതി ലേഖ ജയകുമാറിനെ വളരെ സന്തോഷത്തോടെ ഈ കുരിശടിയിലേക്ക് സ്വീകരിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഈ സമയത്ത് മാഡം ആശംസകൾ നൽകുന്നതാണ്. ആദരണീയരായ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഇടവക സമുദായ അംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും ഉചിതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഞാനിങ്ങനെ ഒരു ചടങ്ങിന് ആദ്യമായാണ് ക്ഷണിക്കപ്പെടുകയും എത്തപ്പെടുകയും ചെയ്യുന്നത്. അപ്പം എനിക്കിതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. എന്ന് തന്നെയായാലും ഇവിടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് തുമ്പമൺ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ഇടവകയ്ക്ക് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇവിടെ ഇപ്പോൾ നടത്തപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് ഈ ഒരു നരിയാപുരം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനൊരു കുരിശടി ഇവിടെ രൂപീകരണം നടത്തുന്നതിന് വേണ്ടി ഈ ഇടവക ആളുകൾ അഹോരാത്രം പ്രയത്നിക്കുകയും അതിൻ്റെ ഫലമായി ഇന്നിവിടെ ഇങ്ങനൊരു കുരിശടി രൂപീകരിക്കുകയും ചെയ്തു. ഇതിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 15-ാം വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആശംസകളുടെ അവസാനമായിട്ട് ഇടവകയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ശ്രീ എം വി വർഗീസ് മുളമൂട്ടിൽ. ദൈവത്തിന് സ്തുതി.
അഭിയോന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട കോശി ജോർജ് ചെറിയത്ത് അച്ഛൻ, ഈ വാർഡിലെ മെമ്പറായിരിക്കുന്ന ബഹുമാന്യായ രേഖ ജയകുമ്മ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പന്നിയ വൈശ്വേശ്വരി, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇടവകളിൽ നിന്ന് ഒക്കെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഇന്ന് ദൈവമാതാവിന്റെ നാമത്തിൽ ഈ കുരിശടി അഭിമന്യ തിരുമേനിയാൽ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി ഞങ്ങൾ കാത്തുകൊണ്ടിരുന്ന ഈ കുരിശിയുടെ കൂദാശ നടക്കുമ്പോൾ തുമ്പമൺ പള്ളിയിലെ ഇടഭാഗങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുകയും ചെയ്യുന്നു. ഇതിന്റെ ആരംഭമെന്നോണം ബഹുമാനപ്പെട്ട പറമ്പിലെ ജോസഫ് അച്ചായനും കുടുംബവും ഈ സ്ഥലം മോർ ഇഗ്നാറ്റ്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ദാനമായി തന്നു. ഒരു കുരിശടി പണിയുവാനായിട്ട് ഇതിന് വേണ്ടുന്ന നിയമ കുരുക്കുകളൊക്കെ മാറ്റിയെടുക്കുവാൻ വളരെയധികം പ്രയത്നിക്കേണ്ടി വന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കോശി പി ജോർജ് അച്ഛനും ഇടവകയിലെ ചില അംഗങ്ങളും വളരെ പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ കുരിശടി ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് അനുവാദം ലഭിച്ചത്. എന്നാൽ അനുവാദം ലഭിച്ചതിന് ശേഷവും ഇതെങ്ങനെ പണിയുമെന്ന സാമ്പത്തികമായ അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചായനും കുടുംബവും തന്നെ ഇതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്ത് ഇത് പണിതരാമെന്ന് ഏൽക്കുകയും ഇതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഇതിന്റെ ടൈൽ വർക്കുകളൊക്കെയും ചെയ്യുവാൻ ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് അവരാൽ ഇത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ മുൻവശത്ത് കാണുന്ന സ്റ്റീൽ ഗ്രില്ലുകൾ ഇടുവാൻ നദാനിയിലെ ജിനുവും കുടുംബവും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. ഇതിന്റെ കൊടിമരം പണിയുവാൻ ബഹുമാനപ്പെട്ട ആഘോഷിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനാൽ ഇത് നടപ്പാക്കപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായ ഇടവകയിലെയും ഇടവകയ്ക്ക് പുറത്തുമുള്ള പലരുടെയും സഹായം മൂലം ഇതിന്റെ ബാക്കി പണികളെല്ലാം പൂർത്തീകരിക്കാനും ഇന്ന് ഈ കുരിശടി യാഥാർത്ഥ്യമാകുവാനും സഹായിച്ചു. ഇതിന്റെ പണി ആരംഭിക്കുന്ന കാലം മുതൽ ഈ കുരിശടിയുടെ രണ്ടു വശത്തുമുള്ള ഈ രണ്ട് ഭവനങ്ങൾ ഒരുപാട് സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അവരെ എത്ര അഭിനന്ദിച്ചാലും കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. അവരുടെ കറണ്ടിന് ആദ്യമേ കറണ്ട് വേണമായിരുന്നു. ആ കറണ്ടിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈ വീട്ടിലെ അച്ഛൻ ചെയ്തു തന്നു. നിങ്ങൾക്ക് വെള്ളം വേണോ, എന്ത് വേണം, രണ്ട് കുടുംബത്തിലെയും അംഗങ്ങൾ, രണ്ട് ഭാഗത്തിലെയും അംഗങ്ങൾ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നാണ് ഇവിടെ ഇത്രത്തോളം പണി പൂർത്തീകരിക്കാൻ സഹായിച്ചത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ഈ കുരിശടി പൂർത്തീകരിക്കുമ്പോൾ ഈ ദേശത്തിലെ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇതുവഴി കടന്നു പോകുന്നവരും ഞങ്ങളെ അറിയുന്നവരൊക്കെയും ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് എന്നത്തേക്ക് പൂർത്തീകരിക്കുമെന്ന് അവര് ആകാംക്ഷയോടെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ, ഇടവകയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. ഈ കുരിശടി മാതാവിന്റെ മധ്യസ്ഥതയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അഭിനന്ദ തിരുമേനി, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നന്ദിയുടെ ഏതാനും വാക്കുകൾക്കായിട്ട് അഭിനന്ദ തിരുമേനി അനുവദിച്ച് 2-3 മിനിറ്റ് മാത്രമേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ. ഓരോ കുരിശടിയും അതാത് ദേശങ്ങൾക്ക് വെളിച്ചം വീശുന്ന വിളക്കുകളാണ്. ഈ കുരിശടിയും നരിയാപുരം പ്രദേശത്തിന് ദിവ്യ വെളിച്ചമാകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
ഈ വെളിച്ചം എന്നും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ദൈവമക്കളായ എല്ലാവരും പരിശ്രമിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഇടയാക്കിയ പരമകാരുണികനായ ദൈവത്തിന് ആയിരം സ്തുതിയും സ്തോത്രവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ചെറുതാണെങ്കിലും വലുതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഈ കുരിശടിക്കും ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക എന്നതിലുപരിയായിട്ട് ഇതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ വന്നും അല്ലാതെയും ടെലിഫോണിലൂടെയും അഭിമന്യ പിതാവായ തുമ്പോൺ ഭദ്രാസനത്തിന്റെ പിതാവായ യുഹാനോൻ മോർ മിലീത്തിയോസ് തിരുമേനിസ് തക്ക സമയത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രയാസമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അഭിമന്യ തിരുമേനി ഇവിടെ വന്ന് ആ ചതുപ്പിൽ ഇവിടെ നിന്ന് ഇതിന്റെ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. അതുപോലെ തന്നെ അതിനുശേഷമുള്ള മിക്കവാറുമുള്ള സന്ദർഭങ്ങളിൽ കാണുമ്പോഴും അല്ലാതെ ടെലിഫോണിലൂടെയും അഭിമന്യ തിരുമേനി ഇതിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. തിരുമേനി പറയുകയാണ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കാര്യം തീർക്കുവാനായിട്ട് സാധിച്ചുവല്ലോ എന്ന്. അങ്ങനെ ഇന്ന് അഭിമന്യ തിരുമേനി ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു തിരുമേനി ഗൾഫിൽ ആയിരുന്നു, ക്രിസ്മസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരുന്നു. അവിടുന്ന് ഈ ഒരു ശുശ്രൂഷയുടെ നടത്തുന്നതിന് വേണ്ടിയാണ് തിരുമേനി വളരെ തിടുക്കത്തില് അവിടുത്തെ പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്ത് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരു നാഴ്ചയിൽ തന്നെ അഭിമന്യ തിരുമേനി ഇവിടെ നിന്ന് വീണ്ടും വിദേശത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഇതിനിടയിലും ഞാനൊന്ന് പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു 28-ാം തീയതി ഞങ്ങൾക്ക് വേണ്ടി ഒരു ശകല സമയം തരണമേ എന്ന്. ആ സമയം ഞങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം വളരെ അനുഗ്രഹീതമായ നിലയിൽ നിർവഹിച്ചു തന്ന അഭിമന്യ തിരുമേനിയോടുള്ള അകമഴിഞ്ഞ നന്ദി ഇടവയ്ക്ക് വേണ്ടിയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ വളരെ നന്ദിയോടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സഹകാർമ്മികരായിരുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരെ ഇടവകയെ ശുശ്രൂഷിച്ചതായ വന്യ വൈദിക ശ്രേഷ്ഠരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ആശംസ അറിയിച്ച ബാബിലാലിൽ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട കോശി ജോർജ് ചിറയത്ത് അച്ഛനോടും ആശംസ അറിയിച്ചതായ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി ലേഖ ജയകുമാറിനോടും ഇടവകയെ പ്രതിദാനം ചെയ്ത് ആശംസ അറിയിച്ച MV വർഗീസിനോടുമുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒപ്പിക്കുവാനായിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അത് മൊറാനിലിയാസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ചാരിറ്റബിൾ സൊസൈറ്റിക്കാണ് പറമ്പിൽ ജോസഫ് ചാൻ കുടുംബം 21/6/2008 ഈ സ്ഥലം ദാനം ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ സ്ഥലം ദാനം ചെയ്തത് തന്നെയല്ല, ഈ കുരിശടിയുടെ ജീവാത്മാവും പരമാത്മാവും അദ്ദേഹം തന്നെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല. ഇവിടെ കാണുന്നതായി മനോഹരമായ കൽക്കുരിശ് അത് പണി കഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട അച്ചായൻ തന്നെയാണ്. ടൈലിടുന്നത് സംബന്ധിച്ച് ഒരു ശകലം അവ്യക്തതയുണ്ടായതായ സമയത്ത് പ്രിയപ്പെട്ട ജോസഫ് അച്ചായൻ അതിനകത്ത് ഇന്ററാക്ട് ചെയ്യുകയുണ്ടായി. ഉണ്ടായിരുന്നതായ പ്രതിസന്ധി തരണം ചെയ്യുവാൻ തക്കവണ്ണം ആ യൂത്ത് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് കൈത്താങ്ങായിട്ട് പ്രിയപ്പെട്ട അച്ചായൻ നിലകൊണ്ടു. അതുപോലെ തന്നെ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ലൈറ്റ് റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുള്ളതും പ്രിയപ്പെട്ട ജോസഫ് അച്ചായൻ തന്നെയാണ്. ആ കുടുംബത്തോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമായി പോവുകയില്ല എന്ന് വിശ്വസിക്കുകയാണ്. ദൈവം അവരുടെ അധ്വാനങ്ങൾക്ക് 30, 60, 100 ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകി വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ചായന് തുടർന്നും ഈ സൗഭാഗ്യങ്ങളൊക്കെ കാണുവാൻ തക്കവണ്ണം ദൈവം ആരോഗ്യവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കൽക്കുരിശ് ഇവിടെ പണിത് കൊണ്ടുവന്ന്
സെറ്റ് ചെയ്തു തന്നത് മാതാ സ്റ്റോൺ വർക്ക്സ് തക്കല മൈക്കിളാണ്. അദ്ദേഹത്തോടും ടീമിനോടും ഉള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഫ്ലോർ ടൈലിംഗ് നടത്തിയിട്ടുള്ളത്. ആ യൂത്ത് അസോസിയേഷൻ ഭാരവാഹിയുടെ ഇവിടെ എത്തുകയും ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പല സന്ദർഭങ്ങളിൽ ചെയ്തു കൊടുക്കുകയുണ്ടായി. ഈ കൂദാശയ്ക്ക് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ നേതൃത്വം നൽകി അവരെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ജോലി ഏറ്റെടുത്ത് നടത്തിയത് ഇടവകാംഗം കൂടിയായ പ്രിയപ്പെട്ട ജിനു മുളമൂട്ടിലാണ്. അദ്ദേഹത്തോടും ടീമിനോടും ഉള്ള നന്ദി അറിയിക്കുക. ഹാൻഡ് റെയിൽ, മെഡിക്കൽ ബി സ്റ്റാൻഡ് എന്നിവ സ്പോൺസർ ചെയ്തു തന്നത് നരിയാപുരം നഥാനിയ ജിനു തോമസും കുടുംബവുമാണ്. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊടിമരം സ്പോൺസർ ചെയ്തത് മെഴുവേലി സെന്റ് ജോർജ് യാക്കോബായ ഇടവകയുടെ പ്രിയപ്പെട്ട ബിനു തോമസ് ആണ്. അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ആ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുത്തു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത് നിർവഹിച്ചു തന്നത് ബിനു തട്ടയിൽ ആൻഡ് ടീമാണ്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. കുരിശടി വയ്ക്കുവാനുള്ളതായ അനുവാദം നൽകി തന്നത് വള്ളിക്കോട് പഞ്ചായത്ത് അധികൃതരാണ്. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതിന് എന്നോടൊപ്പം ഏറെ പ്രയത്നിച്ചതായ വ്യക്തിയാണ് ശ്രീ എൻ.എം. വർഗീസ് വി കോട്ടയം. അദ്ദേഹത്തോടുള്ള നന്ദി, ഹൃദയംഗമമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഈ കാണുന്നതിനെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ ആരോഗ്യം പോലും നോക്കാതെ അക്ഷീണ പരിശ്രമം നടത്തിയതായ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജോൺ സാജൻ ചുട്ടിപ്പാറവിളയിലോടുള്ളതായ നന്ദി, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കുരിശടിയുടെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടവകയുടെ എം.ഇ. വർഗീസ് സെക്രട്ടറിയോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആ എം.ഇ. വർഗീസ് അച്ചായൻ തന്നെയാണ് ഇവിടെ കാണുന്ന മനോഹരമായ ഈ സൈൻ ബോർഡ് സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കി തന്നത്. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, ഭക്തസംഘടനാ പ്രവർത്തകര്, പ്രത്യേകിച്ച് യൂത്ത് അസോസിയേഷൻ അംഗങ്ങളോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുരിശടിയുടെ വടക്കും തെക്കുമായിട്ടുള്ള 2 ഭവനങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാംക്ഷിച്ച് പ്രയത്നിച്ച് പ്രാർത്ഥിച്ചവരാണ്. പ്രത്യേകിച്ച് എന്റെ കുടുംബാംഗം കൂടിയായ മാത്യു മഴുമണ്ണിൽ ആ കുടുംബത്തോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ തെക്കുവശത്തുള്ളതായ ഈ ഭവനാംഗങ്ങളോടും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെ ഈ സ്ഥലം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയത് പ്രിയപ്പെട്ട ജോസഫ് അച്ചായനാകുന്നുവല്ലോ. ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ഉള്ളത് കമാൻഡർ ജേക്കബ് മുടക്കമണ്ണിൽ ആണ്. സെക്രട്ടറി ആയിട്ട് ജോയി ചുട്ടിപ്പാറവിളയിൽ മറ്റ് ഭാരവാഹികളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവരോടുള്ളതായ നന്ദി. ഈ ചടങ്ങിലെല്ലാം സഹകാർമ്മികത്വം വഹിച്ച മുൻ വികാരിമാരും സഹവികാരിമാരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ലൈറ്റും സൗണ്ടും നൽകി സഹായിച്ചത് ജാക്സൺ തട്ടയിലാണ്. ആ ടീമിനോടുള്ള നന്ദി അറിയിക്കട്ടെ. സഹോദരി സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക ഇടവകയിൽ നിന്നും നരിയാപുരം ഇമ്മാനുവേൽ ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് പ്രിയപ്പെട്ട തോമസത്തിനും ആ സഭയെ പ്രതിദാനം ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചല്ലോ നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഇടവകയുടെ ദൈവമക്കള് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇതിന്റെ ഓരോ ദിവസത്തെ പണി കണ്ടിട്ട് സന്തോഷിക്കുകയും ഞങ്ങളോട് ആ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യുകയും ചെയ്തു. അത് ഈ സമയത്ത് ഓർക്കുകയാണ്. തൂമ്പോൾ ഭദ്രാസനത്തിലെ വിവിധ ഇടവകളിൽ പ്രത്യേകിച്ച് തട്ട, കൈപ്പറ്റൂർ, മഞ്ഞനിക്കര, വള്ളിക്കോട് കോട്ടയം, വാഴമുട്ടം കിഴക്ക്, വാഴമുട്ടം പടിഞ്ഞാറ്, മെഴുവേലി, മാന്തുക, കാരക്കാട്ട്, ഓമല്ലൂർ, ആച്ചരിയം എന്നീ ഇടവകളിൽ നിന്ന് പ്രിയപ്പെട്ട ദൈവമക്കൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം ഇത് നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. അവര് ഇടവകളെ പ്രതിദാനം ചെയ്തു വന്നിട്ടുള്ള എല്ലാവരോടും ഉള്ളതായ നന്ദി, എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ അടുത്തുള്ളതായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നിർലോഭം സഹായങ്ങൾ, അതുപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇടവകയ്ക്ക് അകത്തും പുറത്തു നിന്നും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകിയ
എല്ലാ മാന്യ വ്യക്തികളോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുരിശടി ഇത്രയും മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇതിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ നിർവഹിച്ചു തന്നത് ന്യൂമ ബിൽഡേഴ്സ് പത്തനംതിട്ടയാണ്. അവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ നടന്നതായ എല്ലാ കാര്യങ്ങളും നിറപടിയായിട്ട് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഇതിന്റെ അയൽവാസികളും ഈ നരിയാപുരം ദേശത്തിന്റെ അഭ്യുദയകാംക്ഷികളും, പ്രത്യേകിച്ച് തുമ്പമൺ സെന്റ് ജോർജ് യാക്കോബായ ഇടവകയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എല്ലാ ദൈവമക്കളോടും ഇവിടെ വന്നു ചേർന്നതിലുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കുമായിട്ട് ഇവിടെ റിഫ്രഷ്മെന്റും ചായയും ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാവരും സ്വീകരിച്ചേ പോകാവൂ എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ അത് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ളതായ ഒരു കാര്യം കൂടെ അറിയിക്കട്ടെ. പല ആളുകളും ആവശ്യപ്പെട്ടു ഈ കുരിശിന്റെ സമീപേ വന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി അഭിമന്യ തിരുമേനിയുടെ സ്ലീബ മുത്തി പുറത്തേക്ക് പോകണം എന്നുള്ളതായ ഒരു താല്പര്യം പറഞ്ഞു. ഇവിടെ സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കാവുന്നതാണ്. അഭിമന്യ തിരുമേനി ഇവിടെ സ്ലീബ മുത്തിക്കുവാനായിട്ട് ഈ സ്റ്റെപ്പിന്റെ വടക്ക് ഭാഗത്ത് തിരുമേനി അവിടെ നിലകൊള്ളുന്നതാണ്. തെക്ക് വശത്തൂടെ പ്രിയപ്പെട്ടവര് ഈ കുരിശ് ചുറ്റി ആദരവ് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ആളുകള് തെക്കേ വശത്തൂടെ കയറി ഈ കുരിശ് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് സ്ലീബ മുത്തി പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വലത് സൈഡില് നിങ്ങൾക്കുള്ളതായ റിഫ്രഷ്മെന്റ് പാക്കറ്റ് ഉണ്ടായിരിക്കും. അത് മേടിച്ച് എല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നിന്നോട് പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയെ നാദം കേട്ട് പുണ്യം നൽകും. ആർദ്രത നീറവേ ദയാനിധിയോടായി ദയാർത്തിക്കാം. ദയ ചോദിക്കും ആത്മാക്കൾ മേൽ ദയവുണ്ടാകാം. അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടും നീഴകളെ തള്ളിടല്ലി. ഹൃത്തിലൂടെ വാളുകടന്ന വ്യാകുലമാതാ കുരിശിൽ മകനെ കണ്ടുകരഞ്ഞോ രമ്മേ നാദേ. പാലവഴി നോക്കിയിട്ടൊരു തുണ കാണാം നമ്മെയാളിയ ചങ്കുപൊടിഞ്ഞു നിൻപദകാരിയും ഒത്തിരുന്നു. മാനസക്ലേശം തീരാരോഗം എന്നിവയെല്ലാം മാതാവേ നിൻ ആർത്തനമൂലം മാറ്റിയിടേണം. ഇപ്പോഴുമെന്നും അന്ത്യശ്വാസ സമയവുമേ മകനോടി അടിയാർക്കായി യാചിക്കേണം. നിന്നോട് പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നിൻ പ്രാർത്ഥന കേട്ട് പുണ്യം നൽകും. ആർദ്രത നീരവേ ദയനിധിയോടായി
സ്വയമൂർവം മറിയാം ചരിതം ഞാനുരചിയാം ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയപുത്രി അവളുടെ നീകളെ ഹൃദയാസുരനെ കണ്ടിട്ടേവം ആരജനീത്വം നൽകാനായി പ്രീതിപ്പെട്ട ശാന്തസരിത അല്ലാതെ എന്നോടെ വാസം യാതനിലെ ഇറങ്ങി
പൊട്ടിക്കാൻ പറ്റിയ